ഹലോ ഫ്രണ്ട്സ്, ആയിട്ട് വന്ന ഗുരുവായൂർ അമ്പലനട എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. റീസെൻ്റ് ആയിട്ട് നമ്മുടെ മലയാളം പടം കുറച്ച് 2-3 ഫ്ലോപ്പിന് ശേഷം ഇപ്പോൾ പിന്നെ ആ ഒരു പഴയ ട്രാക്കിലേക്ക് കയറി വന്നിട്ടുണ്ട്. നമ്മളൊരു ഫുൾ ഓൺ ഒരു കോമഡി പടം ലാസ്റ്റായിട്ട് കണ്ടത് നമ്മുടെ ആവേശമാണ്. അതെ, അതുപോലെ യൂട്യൂബിൽ ആർക്കും നമ്മളോട് ലൈക്കില്ല. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് എന്നിട്ട് മാത്രം വീഡിയോ കാണേ. ഫസ്റ്റ് ഹാഫ് ഫുൾ ഒരു പാർട്ടി വൈബായിട്ട് നമ്മൾ ചിരിച്ചിരിച്ച് അടപ്പളകുന്ന പോലെ കിട്ടില്ല. ഫുൾ ഒരു പാർട്ടി മൂഡിലാണ് പടം. അത് കാര്യമാക്കട്ടെ. ഓക്കെ, അതുപോലെ തന്നെ പൃഥ്വിരാജും നമ്മുടെ ബേസ് ജോസഫും കട്ടക്കാണ്. ഒരു വിട്ടുകൊടുപ്പും ഇല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. പിന്നെ നമ്മുടെ ആ ഒരു ഗുരുവായൂർ അമ്പലത്തിലെ സീൻസ് ഒട്ടുമിക്കത് സെറ്റ്, പക്ഷെ അത് സെറ്റാന്ന് തോന്നാത്ത രീതി കിട്ടിലുമായിട്ട് അത് മേക്ക് ഓവർ എടുത്തിട്ടുണ്ട്. അതുപോലെ പൃഥ്വിരാജിന്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. ഗോഡ് ലൈഫ് കണ്ട് ആ ഗോഡ് ലൈഫിലെ സീരിയസ് ക്യാരക്ടർ ആണെങ്കിൽ ഇതിനകത്ത് ഫുൾ ഒരു കോമഡി ക്യാരക്ടറാണ്. എങ്ങനെ ഇങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നു? അതുപോലെ സിനിമയിൽ ലാഗ് അടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയതായിട്ട് ലാഗ് അടിക്കത്തില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു കല്യാണത്തിന് തലേന്നൊരു പാട്ട് സീനുണ്ട്. അതല്പം കുറച്ച് വളരെ ചെറിയൊരു ലാഗ് മാത്രമുള്ള ആ ഒരു സീനിൽ. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഒരു ബോർ അടിക്കാതെ ഫുൾ നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലോ ആണ്. ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ കണ്ടിരിക്കാം. പിന്നെ പൃഥ്വിരാജിന് തന്നെ പ്രീവിയസ് ഫിലിമായിട്ടുള്ള നന്ദനം മൂവിയുടെ റെഫറൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തരുന്നുണ്ട്. നമുക്ക് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ പോലെ ആ സീനൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ് പൃഥ്വിരാജിന്റെ ഫസ്റ്റ് മൂവ് ആയിട്ടുള്ള ഒരു പടത്തിന്റെ കിഡിലെ റെഫറൻസ് ഉണ്ട് എൻ്റെ പോലെ. മൊത്തത്തിൽ സിനിമയെ പറ്റി ഒരു ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കിട്ടിലും പടം. നിങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന യു സർട്ടിഫൈഡ് ഉള്ള കിട്ടിലും പടമാണ്. എല്ലാവരും കാണുക. പടത്തിനെ പറ്റി പിന്നൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതൊന്നുമില്ല. പടത്തിനെ പറ്റി ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കിടിലം പടമാണ്, മസ്റ്റ് വാച്ചാണ്. നിങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് കാണാൻ ഒരു പ്രതീക്ഷയില്ല ഞാൻ പോയി കണ്ട പടം. പക്ഷെ ചിരിച്ച് ചത്തെന്ന് പറയുള്ളൂ. അമ്മാതിരി പൃഥ്വിരാജിൻ്റെയും ബ്രേസിലിൻ്റെയും കോംബോ ആണെങ്കിൽ ശരി. അതുപോലെ തന്നെ സിനിമയിൽ ഒരു സൈഡായപ്പോൾ ഒരു ക്യാരക്ടറാണ് നിഖില വിമൽ. ഒത്തിരി ഡയലോഗ്സ് ഒന്നുമില്ല, അവിടെ ഇവിടെയൊക്കെ സൈഡായിട്ട് അങ്ങനെ പോയിട്ട് ക്ലൈമാക്സിൽ വേറെ ലെവലായിരുന്നു. നമ്മുടെ പഴയ ഒരു ഗോഡ് ഫാദർ ടൈപ്പില്ലേ ആ ഒരു പടത്തിൻ്റെ ഒക്കെ പോലെ തന്നെ നമുക്ക് തോന്നും. ബട്ട് ഇത് വേറൊരു ലെവലാണ്. ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് അജു വർഗീസ് ഉണ്ട്. അതൊരു പാട്ട് സീനാണ്. അത് വേറെ ലെവലായിട്ട് തിയേറ്റർ മൊത്തത്തിൽ ഇളക്കി മറിച്ചു. ചുരുക്കി പറഞ്ഞ ഒരു കിടിലൻ ഫാമിലി പടം. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു കിടിലൻ പടമാണ്. ചിരിച്ച് ചാവാൻ പറ്റും. അമ്മാതിരി ആയിട്ടുള്ളൊരു കിടിലൻ പടമാണ്. സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ലാഗേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ബട്ട് അതൊന്നും കാര്യമാക്കണ്ട. ബട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് കാണാൻ പോകാൻ പറ്റുന്ന ഒരു കിടിലൻ പടമാണ്. മസ്റ്റ് വാച്ചാണ്. ഈ പടം കഴിഞ്ഞ പിന്നത്തെ ലെവൽ എന്താന്ന് വെച്ചാൽ So that's my review about this movie ഗുരുവായൂർ അമ്പലനടയിൽ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും വീട്ടിൽ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണാം. ഞാൻ ഫാമിലി ആയിട്ടാണ് പോയി കണ്ടത്. ഓക്കെ, അപ്പോൾ കിടിലൻ പടമാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ 9K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. 9K കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഈ മന്ത് നമുക്ക് 10K അടിക്കണം. 10K അടിച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ലൈവും പിന്നെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സെറ്റാക്കണം. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ പടത്തിനെ പറ്റി ഞാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ വേറെ ആയിരിക്കാം. അപ്പം അതിനെ എല്ലാവരുടെയും അഭിപ്രായത്തെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ അങ്ങനെ ഒരു മാസത്തിന് ശേഷം നമുക്ക് നല്ലൊരു കോമഡി പടം കിട്ടിയിരിക്കുകയാണ്. ഇതുപോലെ മാക്സിമം കോമഡി പടങ്ങൾ വരട്ടെ. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ കൂടുതൽ ഹോപ്പ് ഈ ഒരു ടൈപ്പിലുള്ള റോം കോം ജേണേഴ്സിനാണ്. അപ്പം റോം കോം പിന്നെ ഫൈറ്റ്സ് അങ്ങനെയുള്ള ജേണേഴ്സിനാണ് ഇപ്പോൾ കൂടുതലധികം സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ട് വന്ന ആവേശമാണെങ്കിൽ പോലും അതൊരു ആക്ഷൻ കോമഡിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു കോമഡി ജേണേഴ്സ് സിനിമകളാണ് ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം. അതുപോലെ സിനിമയുടെ തുടക്കത്തിൽ അഴുകിയിലയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു. എൻ്റെ പോലെ അതൊരു 1.5 ട്വിസ്റ്റാണ്. നമ്മളത് പടം കണ്ടിട്ട് മാത്രം മനസ്സിലാക്കി ഇത് ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആയിരിക്കും. അതുപോലെ പടം കണ്ടവർക്ക് കലങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം വയ്ക്കും. പടം കണ്ടവർ ആ വീഡിയോ കാണുക, കാണാത്തവർ പടം കണ്ടിട്ട് വന്നതിന് ശേഷം ആ ഒരു വീഡിയോ കാണുക. അപ്പോൾ അവർക്കും ആ സംഭവം കലങ്ങും. സിനിമയിൽ മെയിനായിട്ട് വലിയ വില്ലന്മാരൊന്നും ഇല്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സിന്റെ പേരിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവമാണ്. അപ്പം ഞാൻ അതിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പം നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് കാണുക. നമ്മളൊരു ഫാമിലി എന്റർടൈനർ ആയിട്ടുള്ള മൂവിയാണ്. നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കണം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ 5ൽ 4.7. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ജെ ഹേ പോലെ സിനിമയുടെ ഡയറക്ടറായ വിപിൻ ദാസാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. പടം കണ്ടവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇവിടെ വെച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞ പടം കണ്ടവർക്ക് കലങ്ങുന്ന ഒരു വീഡിയോ വെച്ചിട്ടുണ്ടെന്ന് അത് നമ്മൾ ഇപ്പം അങ്ങോട്ട് തരുന്നതാണ്. സോ ലൈക്ക് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് 10K സബ്സ്ക്രൈബേഴ്സ് അടിക്കണം. 9.4 ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് 10K അടിക്കണം. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല.
ഞാൻ ഒരു സാധാരണ എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം.